السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ പിഴവുകൾ അള്ളാഹു വിട്ടോർത്ത് മാഫാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ഇഷ്ടജനങ്ങൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കട്ടെ. സ്വർഗത്തിൽ നിന്നുള്ളൊരു വാതിൽ അവരുടെ ഖബറിലേക്ക് അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. സ്നേഹാദരവ് നിറഞ്ഞ സയ്യിദന്മാരെ, ഉസ്താദുമാരെ, സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൽ ബഖറയിൽ നിന്നുള്ള ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്യുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നത്. അള്ളാഹു നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ أخذنا ميثاقكم لا تسفكون دماءكم ولا تخرجون أنفسكم من دياركم ثم أقررتم وأنتم تشهدون. وإذ أخذنا ميثاقكم لا تسفكون دماءكم. നിങ്ങൾ അന്യോന്യം രക്തം ചിന്തുകയില്ലെന്നും വലാ തുഖ്രിജൂന അൻഫുസകും മിൻ ദിയാരിക്കും, സ്വന്തം ആളുകളെ കുടിയുഴപ്പിക്കുകയില്ലെന്നും നിങ്ങളോട് നാം ഉറപ്പ് വാങ്ങിയ സന്ദർഭത്തെക്കുറിച്ച് നിങ്ങൾ ഉറപ്പിച്ചു നോക്കുക. സുമ്മ അഖറർതും വഅൻതും തശ്ഹദൂൻ. നിങ്ങളത് ശരിവെച്ചു, നിങ്ങളതിന് സാക്ഷികളാവുകയും ചെയ്തു. പക്ഷേ നിങ്ങൾ അതിനുശേഷം നിങ്ങളുടെ ആളുകളെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറപ്പെടുവിക്കുന്നതായ രംഗമാണ് കണ്ടുകൊണ്ടിരുന്നത്. വഇദ് അഖദ്നാ മീസാഖക്കും വഖുൽനാ ലാ തസ്ഫികൂന ദിമാഅക്കും തരീഖൂനഹാ ബിഖത്ലി ബഅദിക്കും ബഅദ. നിങ്ങളിൽ നിന്ന് ചിലരെ കൊല്ലൽ കൊണ്ട് രക്തം ചിന്താതിരിക്കുക. വലാ തഖ്റുജൂന അൻഫുസകും ബിദിയാരിക്കും ലാ യഖ്റുജു ബഅദുക്കും ബഅദൻ ബിദാരി. അവരുടെ വീടുകളിൽ നിന്ന് നിങ്ങളിൽ ചിലരെ പുറത്താക്കുക. അതൊക്കെ ചെയ്യരുത് എന്ന് നാം നിങ്ങളോട് കരാറ് ചെയ്തിരുന്നു. എന്നിട്ടോ അഖറർതും ഖബൽതും ദാലിക്കൽ മീസാഖ്, ആ ഉടമ്പടിയെ നിങ്ങൾ സ്വീകരിച്ചു. വഅൻതും തശ്ഹദൂന അലാ അൻഫുസികും, നിങ്ങളുടെ ശരീരത്തിന് മേലത് സാക്ഷിയാവുകയും ചെയ്തു. സുമ്മ അൻതും ഹൗലായി തഖ്തുലൂന അൻഫുസകും, പിന്നീട് എന്ത് ചെയ്തു? അവരതിനെയൊക്കെ മറന്നു കളഞ്ഞു. അവർ ചെയ്തത് പിന്നീട് അതിന് വിരുദ്ധമായിട്ടാണ്. ثم أنتم هؤلاء تقتلون أنفسكم وتخرجون فريقا منكم من ديارهم تظاهرون عليهم بالإثم والعدوان ويأتوكم أسارى تفادوهم وهو محرم عليكم إخراجهم أفتؤمنون ببعض الكتاب وتكفرون ببعض فما جزاء من يفعل ذلك منكم إلا خزي في الحياة الدنيا ويوم القيامة يردون إلى أشد العذاب وما الله بغافل عما تعملون. ثم أنتم هؤلاء تقتلون أنفسكم. കൂട്ടരെ, പിന്നീട് തഖ്തുലൂന അൻഫുസകും ബിഖത്ലി ബഅദിക്കും ബഅദ, നിങ്ങളിൽ ചിലരെ കൊല്ലൽ കൊണ്ട് നിങ്ങൾ കൊലപാതകം നടത്തുന്നവരായി. വതഖ്റുജൂന ഫരീഖൻ മിൻകും മിൻ ദിയാരിഹിം, അവരുടെ വീടുകളിൽ നിന്ന് നിങ്ങളിൽ ചിലർ പുറപ്പെടുവിക്കുകയും ചെയ്യുക. തുലാഹിറൂന അലൈഹിം ബിൽ ഇസ്മി ബിൽ മഅസിയത്തി, ദോഷങ്ങൾ കൊണ്ട് അവരുടെ മേൽ നിങ്ങൾ വെളിവാക്കപ്പെട്ട രീതിയിൽ നിങ്ങൾ സഹായിക്കുകയും ചെയ്തു. വൽ ഉദ്വാനി, ദുൽമി, അക്രമം കൊണ്ട്. നിങ്ങളിൽ ചിലരെ കൊന്നുകൊണ്ടിരുന്നു, നിങ്ങളൊരു ഭാഗത്തെ അവരുടെ വീടുകളിൽ നിന്ന് ഇറക്കി വിട്ടുകൊണ്ടിരുന്നു. അതൊക്കെ തികച്ചും കുറ്റകരവും അതിക്രമവുമാണ്. നിങ്ങൾ അവർക്കെതിരിൽ നിങ്ങൾ അന്യോന്യം ചെയ്യുകയും ചെയ്യുന്നു. അള്ളാഹു വിലക്കപ്പെട്ട കാര്യമാകുന്നു. വയഅതൂകും ഉസാറ തുഫാദൂഹും, അവർ നിങ്ങളുടെ അടുക്കൽ വന്നു, അതായത് നിങ്ങൾ അവരുടെ അടുത്ത് യുദ്ധ തടവുകാരായി വന്നാൽ അവരെന്ത് ചെയ്യും?
നിങ്ങൾ മോചന മൂല്യം നൽകി അവരെ മോചിപ്പിക്കും. അവരെ അത് പൈസ വാങ്ങിച്ചിട്ട്, മോചന മൂല്യം വാങ്ങിച്ചിട്ട്. വഹുവ മുഹറമുൻ അലൈക്കും ഇഖ്റാജുഹും, യഥാർത്ഥത്തിൽ അവരുടെ വീടുകളിൽ നിന്ന് പുറപ്പെടുവിക്കൽ തന്നെ അള്ളാഹു ഹറാമാക്കപ്പെട്ടതാണ്, വിലക്കപ്പെട്ടതാണ്. എന്നാൽ അവർ നിങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ മോചനദ്രവ്യം വാങ്ങിച്ച് എന്നിട്ട് അവരെന്താക്കും, നിങ്ങൾ വിടുതി ചെയ്തു കൊടുക്കുകയും മോചിപ്പിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ അവരെ വീടുകളിൽ നിന്ന് പുറം തള്ളുന്നത് തന്നെ അള്ളാഹു വിലക്കപ്പെട്ടതാണ്. അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബ്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ചില ഭാഗങ്ങൾ, ഗ്രന്ഥങ്ങളിലുള്ള ചില ഭാഗങ്ങളെ നിങ്ങൾ വിശ്വസിക്കുകയും ചില ഭാഗങ്ങളെ വതക്ഫുറൂന ബിബഅദിൻ, ചില കാര്യങ്ങളിൽ നിങ്ങൾ അവിശ്വാസം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു, അവിശ്വസിക്കുകയും ചെയ്യുന്നു. ഫമാ ജസാഉ മൻ യഫഅലു ദാലിക മിൻകും, നിങ്ങളിൽ നിന്ന് ഇത്തരം പ്രവണതകൾ ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം എന്തെന്നറിയുമോ? അതായില്ല ഖിസ്യുൻ ഫിൽ ഹയാത്തി ദുനിയ, ഭൗതിക ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അപമാനം മാത്രമായിരിക്കും. വയൗമൽ ആഖിറ, യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ്, കഠോരമായ ശിക്ഷയിലേക്ക് നിങ്ങൾ അള്ളാഹു മടക്കപ്പെടുകയും ചെയ്യും. ഉയർത്തെഴുന്നേൽക്കപ്പെടുന്ന ദിവസം അഥവാ ഖിയാമത്ത് നാളിൽ കഠോരമായ ശിക്ഷയിലേക്ക് അള്ളാഹു അവരെ മടക്കപ്പെടുകയും ചെയ്യും. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ അതിനെപ്പറ്റിയൊന്നും അള്ളാഹു അശ്രദ്ധൻ അല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, അള്ളാഹു നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യങ്ങളുണ്ടല്ലോ അതിലൊക്കെ അശ്രദ്ധനാണ് എന്ന് നിങ്ങൾ ആരും തന്നെ ധരിച്ചു പോകരുത്. അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു നിരീക്ഷിക്കുന്നു. നമ്മൾ ചിന്തിക്കും, ഓരോ രാജ്യങ്ങളിലുള്ള ഭരണാധിപന്മാർ സാധുക്കളായവരെ ഒരുപാട് ഉപദ്രവിക്കുന്നു, കൊല്ലുന്നു, അക്രമങ്ങൾ നടത്തുന്നു, എന്നിട്ട് എന്തേ അവർക്കൊന്നും ശിക്ഷ അള്ളാഹു നൽകാത്തത് എന്ന്. അത് അള്ളാഹു ഒരു നിശ്ചിത സമയം വരെ കാത്തിരിക്കും, അതിനുശേഷമായിരിക്കും അവരെ കൊടുന്നനവെ പിടിച്ച് ശിക്ഷിക്കുക. അത്രത്തോളം സമയം അവൻ അള്ളാഹു അവർക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ അള്ളാഹു അശ്രദ്ധവാനാണ്, ഇതൊന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല, ഒന്നും അറിയുന്നില്ല എന്ന് ആരും മനസ്സിലാക്കി പോകരുത്. ഉലൈകല്ലദീന ഇശ്തറവുൽ ഹയാത്തദ് ദുനിയാ ബിൽ ആഖിറ ഫലാ യുഖഫഫു അൻഹുമുൽ അദാബു വലാ ഹും യുൻസറൂൻ. ഉലൈകല്ലദീന ഇശ്തറവുൽ ഹയാത്തദ് ദുനിയാ, ഭൗതിക ജീവിതത്തിനെ ഇവർ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നു. ബിൽ ആഖിറ, ആഖിറത്തിന് പകരമായിക്കൊണ്ട്. പരലോകം വിറ്റ് ഇഹലോക ജീവിതം വാങ്ങിയവരാകുന്നു ഇത്തരക്കാർ എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ പരലോകത്തെ മറന്നു. പരലോക ജീവിതത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. ഭൗതിക ജീവിതത്തെ മാറ്റി അവർ എന്ത് ചെയ്തു? അതിനെ തിരഞ്ഞെടുത്തു. എന്നാൽ ഫലാ യുഖഫഫു അൻഹുമുൽ അദാബു, അവരെ തൊട്ട് അള്ളാഹു ശിക്ഷയെ ലഘൂകരിക്കുകയില്ല. വലാ ഹും യുൻസറൂൻ, അവർക്ക് യാതൊരുവിധമായ സഹായങ്ങളും നൽകപ്പെടുന്നതല്ല. അവർക്ക് ശിക്ഷയിൽ ഇളവ് നൽകപ്പെടുകയില്ല, അവർക്കൊരു സഹായവും നൽകപ്പെടുകയില്ല. യംനഊന മിൻഹു, ആ ശിക്ഷയിൽ നിന്ന് അവരെ യാതൊരു കാരണവശാലും ആരും തന്നെ സഹായിക്കപ്പെടാൻ ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്, എല്ലാം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നവനാണ്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ ഭയക്കുകയും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ വളരെയധികം ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു അല്ലാതെ അന്യ ദൈവങ്ങളെ വന്ദിക്കയില്ലെന്നുറപ്പിക്ക മാനവ. മാതാപിതാക്കളും മറ്റു ബന്ധുക്കളും ആരോരുമില്ലാത്ത പിഞ്ചു പൈതങ്ങളും ദാരിദ്ര്യ ദുഃഖത്തിലാണ്ടോരു വ്യക്തിയും ഔദാര്യമാർപ്പിപ്പു നന്മകൾ ചെയ്യണം. അന്യരോടേറ്റം വിനീതരായിടണം. നിസ്കാര കർമ്മങ്ങൾ നിത്യമായി ചെയ്യണം. സക്കാത്തു നൽകണം, കൽപ്പിച്ചതൊക്കെയും
കൃത്യമായാചരിച്ചിടണം. സന്മാർഗപാഠങ്ങൾ ഓരോന്നുയൂതരെ ഉദ്ബോധനം ചെയ്തു വിസ്മരിച്ചിടുമോ? എങ്കിലും ഭക്തരാമോട്ടുപേർ മാത്രമേ സത്യപ്രതിജ്ഞകൾ പാലിച്ചതുള്ളടോ. ഓരോന്നു ചൊല്ലിക്കലാപം തുടങ്ങോ ചോരയും ചിന്തലാപാപമെന്നോർക്കണം. ദേഹങ്ങളിൽ നിന്നു ഗോത്രജന്മാരെ നീ യാട്ടിയോടിക്കുക ശിക്ഷിക്കും ഈശ്വരൻ. കൽപ്പിച്ചതെല്ലാം അനുഷ്ഠിക്കുമെന്നെനി ഇസ്രായേൽ ഗോത്രങ്ങൾ സമ്മതം നൽകിനാർ. എന്നോട് ചെയ്തൊരു തീർപ്പുകൾ പിന്നെയും സന്ദേഹമില്ലാതുറപ്പിച്ചതില്ലയോ? ഇന്നിതാ നിങ്ങളും സാക്ഷ്യം വഹിച്ചിടും നമ്മോട് ചെയ്തൊരു തീർപ്പുകൾക്കൊക്കെയും. എങ്കിലും കൂട്ടരെ കൊല്ലും കലാശവും നിത്യവും ചെയ്യുന്നതില്ലയോ നിങ്ങളും? ദേഹങ്ങളിൽ നിന്നൊഴിപ്പിച്ചതില്ലയോ പാപിഷ്ഠരാം നിങ്ങളുറ്റ ബന്ധുക്കളെ? അക്രമം പിന്നെയും ചെയ്യുകയായി ഈ ജനം ചെന്നുപെട്ടിടിനാർ ശത്രുവ്യൂഹങ്ങളിൽ. കോഴപ്പണം നൽകി വീണ്ടുകൊണ്ടില്ലയോ തന്തരായി കേഴുന്നു ബന്ധുമിത്രങ്ങളെ? വേദസൂക്തങ്ങൾ സമർത്ഥിപ്പതില്ലയോ ഗോത്രജന്മാരോടു നീതി ചെയ്തിടുവിൻ. സ്വീകാര്യമല്ലയോ പൂർണ്ണമായി നിങ്ങൾക്കു വേദങ്ങളോതും പ്രമാണങ്ങളൊക്കെയും? വേദപ്രമാണം തിരസ്കരിച്ചിടുകിൽ പാരിൽ പരിഹാസപാത്രമായി തീർന്നിടും. ഉത്ഥാപനം ചെയ്തുയർത്തുന്ന വേളയിൽ ശിക്ഷയ്ക്കധീനരായി തീർന്നിടും പാപികൾ. കർമ്മത്തിനൊക്കെയും സാക്ഷിയാം രക്ഷകൻ നിങ്ങളെ സൂക്ഷ്മമാം നിരീക്ഷിച്ചു സർവദാ. സ്വർഗീയ സൗഖ്യങ്ങൾ വിറ്റഴിച്ചീ ജനം സംസാര സൗഖ്യങ്ങൾ തേടുന്നു സന്തതം. തിക്തമാം ശിക്ഷകർ അർഹരായി തീർന്നിടും തക്കത്തിലാരും തുണയ്ക്കില്ല കൂട്ടരേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അവരുടെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ പിഴവുകൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇക്കഴിഞ്ഞ റമദാനിൽ നമ്മൾ അനുഷ്ഠിച്ച നോമ്പുകളൊക്കെയും മറ്റ് ഇബാദത്തുകളും അല്ലാഹു ന്യൂനതകൾ പരിഹരിച്ച് സ്വീകരിക്കുമാറാകട്ടെ. മുന്നിട്ട് വരുന്ന അനേകം റമദാനുകളിൽ നോമ്പ് നോൽക്കുവാനും മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും അല്ലാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ഗൾഫ് രാജ്യങ്ങളിലുള്ള സമാധാനത്തിൻ്റെ പുലരി എത്രയും പെട്ടെന്ന് പുലരാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. യുദ്ധം നിർത്തി ശാന്തിയും സമാധാനവും വരുത്തട്ടെ. ഇസ്ലാമിൻ്റെ ശത്രുക്കളെ അല്ലാഹു പരാജയപ്പെടുത്തട്ടെ. നമ്മുടെ നാടുകളിലും നമ്മൾ വസിക്കുന്ന നാടുകളിലും അല്ലാഹു ശാന്തിയും സമാധാനവും വരുത്തട്ടെ. ധിക്കാരികളായ ഭരണാധിപന്മാരെ നമ്മുടെ നാടുകളിൽ നിന്നും മറ്റും അല്ലാഹു തൂത്തെറിയുമാറാകട്ടെ. സമാധാനത്തോടെ ശാന്തിയോടെ ജീവിക്കാൻ നമ്മുടെ നാടുകളിൽ തിരഞ്ഞെടുപ്പുകളിൽ നല്ല ആൾക്കാരെ വിജയിപ്പിച്ചുകൊണ്ട് ഭരണം വരാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും കുടുംബസമേതം ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മക്കൾക്ക് നാഫിയായും ഓർമ്മബുദ്ധിയും നൽകി എല്ലാ പരീക്ഷകളിലും ഉന്നതമായ വിജയം വരിക്കാൻ തൗഫീഖ് നൽകട്ടെ. മദ്രസകൾ തുറക്കുന്ന സമയമായി വരുന്നു. നമ്മുടെ മക്കൾക്ക് നാഫിയായും ഓർമ്മബുദ്ധിയും കൊടുത്ത് നല്ല മക്കളായി വളർത്താൻ എല്ലാ രക്ഷകർത്താക്കളും ശ്രമിക്കണം. മദ്രസയിലുള്ള പഠനം നിർത്തിക്കളയരുത്. ആ മദ്രസ പഠനമാണ് നമ്മൾ മാതാപിതാക്കളെ മക്കൾ എങ്ങനെ നമ്മളോട് പെരുമാറണം, ഗുരുനാഥന്മാരോട് എങ്ങനെ പെരുമാറണം, സമൂഹത്തിനോട് എങ്ങനെ പെരുമാറണം, ബന്ധുക്കളോട് എങ്ങനെ പെരുമാറണം എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത്. മദ്രസ പഠനം ശ്രദ്ധിക്കണം രക്ഷകർത്താക്കളെന്ന് ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.